നമ്മുടെ കസ്റ്റമർ ഫ്രോക്കിന്റെ ബാക്ക് പോർഷനിൽ ഇതുപോലെ വലിയൊരു ബോ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ കമന്റിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീഡിയോയിൽ അബദ്ധങ്ങളുടെ പെരുമഴയാന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ബോവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പം പറയുന്നത് പോലെ വീഡിയോക്ക് വേണ്ടിക്ക് ഞാൻ എന്ത് ചെയ്താലും അതൊരു എന്താ പറയാ, ഒരു കൊളായ രീതിയിലാണ് എനിക്ക് കിട്ടാറുള്ളത്. പക്ഷെ അത് വിട്ടുകൊടുത്തിട്ടുണ്ടായി. ഈ ഒരു മാർക്കിങ് കൊടുത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് കൂടെയാണ് ക്ലോത്ത് പുറത്തേക്ക് തിരിച്ചിടേണ്ടത് കേട്ടോ. ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് രണ്ട് ഭാഗം ഓപ്പണിലായ ഒരു സൈഡിലെ അവിടെയും കൂടി രണ്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ ഓപ്പൺ ഭാഗത്തെ കൂടി നമ്മൾ ക്ലോത്ത് ഒന്ന് തിരിച്ചിടുക. പക്ഷെ പണിപ്പാളി 5 മിനിറ്റ് ഞാൻ അവിടെ സ്റ്റെക്കായി പോയി. എന്താന്ന് വിചാരിച്ചാൽ ക്യാൻവാസ് ഒട്ടിച്ചത് മാറിപ്പോയി. പണി പാളിയാലും നമ്മൾക്ക് ഈ ഒരു ക്ലോത്ത് വീണ്ടും ഇനി എടുക്കാനില്ലാത്തത് കൊണ്ട് ആ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വേറൊരു സ്റ്റൈലിൽ ബോ സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ ഈ ഒരു തിരിച്ചിട്ടോണ്ട് നിൽക്കുന്നത് നമ്മൾ സെൻട്രൽ പോർഷനിൽ വെക്കേണ്ട ഒരു ക്ലോത്ത് ആണ് കേട്ടോ. സെൻട്രൽ നമ്മൾ ബോയിലും കൂടി അറ്റാച്ച് ചെയ്യേണ്ട ഈ ഒരു പീസാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ 4 ഫോൾഡ് ഇതുപോലെ ചെയ്തതിന് ശേഷം സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്കിങ് വേണ്ടിക്ക് നമ്മൾ ഒരു ചോക്ക് തപ്പിയിട്ട് കിട്ടാത്തത് കൊണ്ട് സൂചി കൊണ്ട് ആണ് മാർക്കിങ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് മെഷീന്റെ ബാക്കിൽ തന്നെ ചോക്ക് ഉണ്ടായിട്ടുണ്ടായിന്. അത് ഞാനിപ്പാണ് കാണുന്നത് കേട്ടോ. കറക്റ്റ് സെൻട്രൽ തന്നെ ഇതുപോലെ നമ്മൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ നമ്മൾ 4 ഭാഗത്ത് ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ലേ, അതിന്റെ ഷാർപ്പ് എന്താ പറയല അതിന് എനിക്കറിയില്ല, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പൊ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് സെറ്റ് ആക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ അതിനുശേഷം അതിന്റെ ബാക്കിൽ ഒരു ടൈല് പോലെ ഒരു വാല് പോലെ ഒന്ന് കൊടുക്കാനുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. 2 പീസാണ് എടുത്തിട്ടുണ്ടായത്. ക്ലോത്തിന്റെ പരിമിതി മൂലമാണ് ഈ ഒരു 2 പീസ് വന്നിട്ടുണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് ഒരു പീസിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്രോസിലൊന്ന് എൻഡ് ഭാഗത്തൊന്ന് ക്രോസിലൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു ഷേപ്പില്ലേ വരാൻ വേണ്ടിക്കാണ് അതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിന്. അതും ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അയണിങ് ചെയ്യുക. പിന്നെ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അയണിങ്ങിലാണ് നമ്മൾ ഈ ഒരു പെർഫെക്ഷൻ വരുന്നത് കേട്ടോ. അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരുമിച്ച് 2 ബോ സെറ്റാക്കി എടുക്കലാണ് ഈ ഒരു ബോന്റെ സ്റ്റൈല് വരുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ സെൻട്രൽ ഭാഗം കിട്ടാൻ വേണ്ടിക്ക് നേരെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നമുക്ക് ഒന്നിക്ക് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നൂലോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ചെറിയൊരു പീസ് നെറ്റ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ സെക്കൻഡും നമ്മൾ ചെയ്യും. പിന്നെ ആ ഒരു കട്ടിങ് സെൻട്രൽ ഭാഗത്ത് തന്നെ വരണം എന്ന് പറഞ്ഞത് നമ്മൾ ഇതുപോലെ ചുരുട്ടി വെക്കൂലേ, ആ ചുരുട്ടി വെക്കുമ്പോൾ ആ ഒരു കട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ നമുക്ക് യാതൊരു പ്രശ്നവും വരൂല കേട്ടോ. ഇത് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിക്ക് ഞാനിവിടെ ക്യാൻവാസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. വേണമെങ്കിൽ നമ്മളെ സ്റ്റിഫ് നെറ്റില്ലേ അതും കൂടി ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോ സെറ്റായി ഇത് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ടൈല് വരുന്നതില്ലേ അത് ഇതുപോലെ ഓരോരോ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കും കേട്ടോ. രണ്ടും ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കാനുണ്ട്. വലിയൊരു പീസാണെങ്കിൽ സെൻട്രലിൽ ഒരു പ്ലീറ്റ് മാത്രം കൊടുത്തിട്ട് ആ ബോന്റെ സെൻട്രൽ ഭാഗത്തൊന്ന് അറ്റാച്ച് ചെയ്യലാണ് കേട്ടോ. ഇതിപ്പോ 2 പീസായത് കൊണ്ടാണ് ഞാനിപ്പോ രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈയോട് ചുരുട്ടി വെച്ചതിന് ശേഷം ആ ബോന്റെ സെൻട്രൽ ഭാഗത്ത്, അതായത് അടിഭാഗത്താണ് വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ ഒരു നൂല് കൊണ്ടോ അല്ലെങ്കിൽ സൂചി നൂല് വെച്ചിട്ട് നമ്മൾ ഒന്ന് തുന്നി കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ മുന്നേ ഒരു പീസ് തിരിച്ചിട്ടിട്ടുണ്ടായിട്ടില്ലേ, ആ ഒരു പീസ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗം ഫ്രണ്ടിലോട്ടേക്ക് വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ, അതിന്റെ ആ ഒരു സ്റ്റിച്ചിങ് ഉള്ളിലോട്ടേക്ക് മാറ്റുക. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോ ചെയ്യുന്നതാണ്. നമ്മൾ ഫ്രോക്കിന് വേറെ എന്താ പറയാ പ്രസ് ബട്ടണിലും അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു നീറ്റിൽ തന്നെ അത് കിട്ടേണ്ടതായത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് സ്റ്റിച്ചിങ് ഉള്ളിലോട്ടേക്ക് ആക്കിയത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്കിന്റെ ബാക്ക് പോർഷനിൽ തുന്നി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ
ക്ലിപ്പെല്ലാം ചെയ്യാറില്ലേ ബോ വെച്ചിട്ട്, അതും ഈ ഒരു രീതിക്ക് ചെയ്താൽ നല്ല നീറ്റിലായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വീഡിയോയിൽ സ്റ്റിച്ചിങ്ങിൽ കഴിഞ്ഞതിന് ശേഷമാണ് സെൻറ്റർ ഭാഗത്ത് വർക്ക് മെറ്റീരിയലാണ് വേണമെന്നുള്ളത് കണ്ടത് കേട്ടോ. അതും ഇതുപോലെ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ആദ്യം ചെയ്ത ആ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ചിങ് ചെയ്തിട്ട് ബോയിലും സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് സ്റ്റിച്ചിങ് എല്ലാം അറിയുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നമ്മളെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പേര് പേഴ്സണലായിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിന് വളരെ സന്തോഷം കേട്ടോ. എനിക്ക് അതിൽ കാണുമ്പോൾ തന്നെ ഇന്ന വീഡിയോ ചെയ്യോ എന്നെല്ലാം അതിലും ഞാൻ എന്തായാലും ട്രൈ ചെയ്യും ഇൻഷാല്ല. കുറച്ച് ബിസി ആയത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ വീഡിയോസിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.